ഇന്ന് നമ്മൾ ഇഫ്താറിൻ്റെ സമയത്ത് സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള 2 ഡ്രിങ്കുകളാണ് ചെയ്യുന്നത്. 2 സർബത്ത്, ഒരു അനാർ ബനാന സർബത്തും അതുപോലെ തന്നെ ഒരു ഇളനീർ സർബത്തുമാണ് ചെയ്യുന്നത്. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ, പിന്നെ കുടിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് അനാറ് പഴം വെച്ചിട്ടുള്ള ആ ഒരു സർബത്ത് റെഡിയാക്കാം. ഇതിന് വേണ്ടിയിട്ട് നല്ല പഴുപ്പായിട്ടുള്ള ചെറുപഴമാണ് കേട്ടോ വേണ്ടത്. ചെറുപഴം എന്ന് പറയുമ്പം ഞാലിപ്പൂവൻ അല്ലെങ്കിൽ മൈസൂർ പൂവൻ അതിൽ ഏതായാലും കുഴപ്പമില്ല, നല്ല പഴുത്തിട്ടുണ്ടാവണം. അതുപോലെ തന്നെ നല്ല മധുരമുള്ള ടൈപ്പിലുള്ള അനാറും കുറച്ച് റെഡിയാക്കി വെക്കുക. ഇതിനെ റെഡിയാക്കാനായിട്ട് കുറച്ച് നാരങ്ങ നീര് വേണം. അപ്പം നമ്മൾ മുൻപ് എടുത്ത് വെച്ചിട്ടുള്ള ലൈം ജ്യൂസ് ഉണ്ടല്ലോ, ക്യൂബാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്, അതാണ് കുറച്ച് എടുത്തിട്ടുള്ളത്. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 2 ഫ്രഷ് ആയിട്ടുള്ള ചെറുനാരങ്ങ പിഴിഞ്ഞ് ജ്യൂസ് എടുത്താലും മതി കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 3 ഗ്ലാസ് അളവിലേക്കുള്ള വെള്ളമാണ് ഇപ്പോൾ ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. പഞ്ചസാര പൊടിച്ചതുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഓരോരുത്തരുടെയും മധുരം നോക്കി മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയൊക്കെ അലിഞ്ഞ് നന്നായിട്ട് മിക്സായി വരുന്ന സമയത്തിന് ഇതിലേക്കുള്ള പഴം ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു 3 ചെറുപഴമാണ് എടുത്തിട്ടുള്ളത്. ആദ്യം പറഞ്ഞ പോലെ തന്നെ നല്ല പഴുത്തിട്ടുള്ള 3 ചെറുപഴം, 3 ഗ്ലാസ് അളവിലേക്ക് ഈ അളവിൽ കറക്റ്റ് ആയിരിക്കും. ആദ്യം ഇതൊരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ച് മിക്സ് ചെയ്തെടുക്കണം. മിക്സിയിലിട്ട് അടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതാ ഇതുപോലെ ആയാൽ മതി. കുറച്ച് കടിക്കാനുണ്ടായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നന്നായിട്ടൊന്ന് മിക്സായി കിട്ടിയാൽ മതി. ഉടച്ചെടുത്തിട്ടുള്ള പഴം ഈ ഒരു നാരങ്ങ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക മൊത്തത്തിൽ. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ചെറിയൊരു ഹാൻഡ് വിസ്ക് വെച്ചിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. പെട്ടെന്ന് പഴം മൊത്തത്തിൽ ഒരേ ലെവലിൽ എത്തിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ സാധാരണ തവി വെച്ചിട്ട് മൊത്തത്തിൽ ഇളക്കിയെടുത്താലും മതിയാകും. ഇനി ഇതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള അനാർ ചേർത്ത് കൊടുക്കുക. നല്ല വൃത്തിയാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. എൻ്റെ തൊലിയുടെ ഭാഗമൊന്നും പെടാത്തത് ഒരു 3-4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. നമ്മളിങ്ങനെ കുടിക്കുന്ന സമയത്ത് ഇടയ്ക്ക് കടിക്കാനായിട്ട് കിട്ടണം, അതിന് വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് സബ്ജ സീഡ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ബ്ലാക്ക് കസ്കസ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കുന്നുണ്ടല്ലോ, അത് കുറച്ച് എടുത്തിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതായിരുന്നു. ആവശ്യത്തിനുള്ളത് അതും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്താൽ നമ്മൾ ഈ ഒരു അനാർ ബനാന സർബത്ത് റെഡി ആയിട്ട്. ശരിക്കും പറഞ്ഞത് കുടിക്കാനായിട്ട് നല്ല രസമാണ്. അപ്പോൾ ഇത്രയ്ക്ക് മതിയെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്യാം. ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതും ഒരു 1-2 ടേബിൾ സ്പൂൺ കൂടെ ഒഴിച്ചു കൊടുക്കുക. മധുരം നോക്കിയിട്ടൊക്കെ ഒഴിച്ചാൽ മതി. എന്നുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. ശരിക്കും പറഞ്ഞാൽ ഒരു പഴത്തിൻ്റെ വെള്ളമാണത്. പക്ഷെ ആ ഒരു നാരങ്ങ ജ്യൂസ് കൂടെ, അതായത് നമ്മൾ ലെമൺ ജ്യൂസ് കൂടെ വരുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ്. രണ്ടും കൂടെ വരുന്ന ഒരു കോമ്പിനേഷൻ കേട്ടോ. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ വത്തക്ക ഉണ്ടല്ലോ, വാട്ടർമെലൺ, വളരെ ചെറുതായിട്ട് ഈ ഒരു അനാറിൻ്റെയൊക്കെ വലുപ്പത്തിൽ കുറച്ച് ഒരു 1-2 ടേബിൾ സ്പൂൺ മുറിച്ചിട്ട് കഴിക്കുകയാണെങ്കിലും ടേസ്റ്റ് തന്നെയാണ്. വേണമെങ്കിൽ ചെയ്യാം. ഇത് കുടിക്കുന്ന സമയത്ത് കുറച്ച് തണുപ്പ് ഉണ്ടാകുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ കുറച്ച് ഐസ് ക്യൂബ്സ് കൂടെ ഇട്ട് കൊടുക്കുക സെർവ് ചെയ്യുന്ന സമയത്ത്. പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ തണുപ്പ് കുടിക്കാത്തവരും പറ്റാത്തവരും ആണെങ്കിൽ ഐസ് ഒഴിവാക്കുക കേട്ടോ, നിർബന്ധമല്ല. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മളിതിൽ ലെമൺ ജ്യൂസ് ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ലെമൺ ജ്യൂസും പ്രശ്നമെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ അത് നോക്കിയിട്ട് കുടിച്ചാൽ മതി കേട്ടോ. കുറച്ച് നമ്മൾ വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് കുടിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും ഇത്. അപ്പോൾ ആദ്യത്തെ ഡ്രിങ്ക് ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ രണ്ടാമത് ചെയ്യുന്നത് ഒരു ഇളനീർ സർബത്താണ് കേട്ടോ. വളരെ സിമ്പിളാണ്. ഇതൊന്നുമില്ല, നമ്മൾ സാധാരണ കൂടുതൽ ആളുകളും ചെയ്യുന്നത് തന്നെയായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഇളനീർ വെള്ളം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കാമ്പും മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഈ ഇളനീർ വെള്ളം എടുക്കുന്ന സമയത്ത് ഒന്ന് അരിച്ചിട്ട് എടുക്കുക. അതിലെ പൊടികളും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുള്ള വെള്ളം എടുക്കുക. ഇത് സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിലേക്ക് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കുക. അപ്പോൾ അതിനായിട്ട് ആദ്യം ഇളനീരിൻ്റെ കാമ്പ് കുറച്ച് ഇട്ടെടുക്കുക. ഒരു 1-2 ടേബിൾ സ്പൂൺ, ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് സബ്ജ സീഡ്സ്. ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ബ്ലാക്ക് കസ്കസ് അല്ലെങ്കിൽ സബ്ജ സീഡ്സ് കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്ത് വെക്കുന്ന സമയത്ത് ഇതുപോലെ കിട്ടും. അതിൽ നിന്നും ഒരു ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് സർബത്താണ്. ഞാനിപ്പോൾ ഇവിടെ നന്നാരി സർബത്താണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാൻ ആദ്യം കാണിച്ചില്ല, ആ ഒരു സർബത്ത് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചു കൊടുക്കുക മധുരത്തിനൊക്കെ അനുസരിച്ചിട്ട്. അതായത് ഇളനീരിൻ്റെ വെള്ളത്തിന് നല്ല മധുരം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂടുതലും കുറവും ആക്കിയാൽ മതി. പിന്നെ ഒരു ചെറിയ മുറി ചെറുനാരങ്ങയുടെ നീരൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് ആദ്യം ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കണം. ഈ ഒരു നന്നാരി സർബത്ത് കയ്യിലില്ലെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള സർബത്ത് അതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ ആദ്യം എടുത്ത് വെച്ചിട്ടുള്ള ഇളനീരിൻ്റെ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. പച്ചവെള്ളം ഒന്നും ഒഴിക്കുന്നില്ല കേട്ടോ. ആ ഒരു വെള്ളം തന്നെയാണ് മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോഴാണ് ഇതിൻ്റെ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ ഒരു സർബത്ത് എന്ന് പറയുന്നത്.
ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു വെറൈറ്റിക്കും കുടിക്കാനുള്ള ടേസ്റ്റിനൊക്കെ വേണമെങ്കിൽ കുറച്ച് അനാർ ഇതിൽ മിക്സ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ അത് അനാർ മിക്സ് ആക്കി എടുക്കുന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ തണുപ്പിന് വേണ്ടിയിട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇതും കുടിക്കാനായിട്ട് നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. വളരെ സിമ്പിളാണ്. നമ്മൾ സാധാരണ ഇളനീർ ജ്യൂസ് അടിച്ച് കുടിക്കലുണ്ട്, പക്ഷേ ഇതിങ്ങനെ ആവുന്ന സമയത്ത് ശരിക്കൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. ഇത് എപ്പോഴും ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫ്രഷിൽ കുടിക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ കറക്റ്റ് ഒരു ടേസ്റ്റ് ഉണ്ടാവുക. പഴമല്ല, കുറേ സമയം ഇരിക്കുമ്പോൾ അത്രയ്ക്ക് അങ്ങ് ടേസ്റ്റ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇഫ്താറിൻ്റെ സമയത്തിനൊക്കെ പറ്റിയ നല്ലൊരു ഡ്രിങ്ക് തന്നെയാണ് ഇത്. ശരിക്കും വയറ് നിറയാൻ മാത്രം തന്നെ ഉണ്ടാവും കേട്ടോ. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ നമ്മൾ അനാർ ബനാന സർബത്തിൽ ഒരു ഇത്തിരി വത്തക്ക ചെറുതായി മുറിച്ചതോടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, വളരെ ചെറുതായിട്ട്. അത് കാണാനും ഒരു ഭംഗിയായിരിക്കും, കുടിക്കുന്ന സമയത്ത് ഒരു ടേസ്റ്റ് ഉണ്ടാവും. വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൂടെ ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു രീതിയിലുള്ള 2 ഡ്രിങ്കുകൾ കുറേ ആളുകളൊക്കെ ചെയ്യുന്നതായിരിക്കും, എന്നാലും ചെയ്യാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ.